നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 208. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 5 മൂന്നാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ജനസ്യ കൃഷ്ണാദ് വിമുഖസ്യ ദൈവാദ് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായേഹ ചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യാം. ജനസ്യ കൃഷ്ണാദ് വിമുഖസ്യ ദൈവാദ് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായേഹ ചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യാം. അതായത് ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ കർമ്മപരിഭാഗം നിമിത്തം കൃഷ്ണനിൽ നിന്ന് വിമുഖനും അധർമ്മ സ്വഭാവമുള്ളവനും ദുഃഖിതനുമായ ജനത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി കൃഷ്ണൻ്റെ ജനാർദ്ദനസ്യ, ആ വാക്കിൻ്റെ അർത്ഥം ജനങ്ങളെ മർദ്ദിക്കുന്നവെന്നാണ്. പക്ഷെ ഇവിടെ വാക്കാർത്ഥമല്ല, ഭാവാർത്ഥമാണ് പറഞ്ഞത്. കൃഷ്ണൻ്റെ മംഗളസ്വരൂപങ്ങളായ ഭൂതങ്ങൾ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു. അതായത് പാപം ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭക്തന്മാർ സജ്ജനങ്ങൾ എന്ന പേരിൽ അങ്ങുമിങ്ങും നടക്കുന്നുണ്ട്. അപ്പം സത്സംഗത്തിൽ ഒരു ത്വരിതയുണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് ചെയ്യണില്ല നമുക്കൊക്കെ അറിയും, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കാശുണ്ട്, എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നൊരു തെറ്റായ നയമാണ് നമ്മളെ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ എന്താണെന്നാ പറയുക, ഭാവാർത്ഥം നോക്കാം. ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപപരിഭാഗം നിമിത്തം, ഏത് ജന്മത്തെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപകർമ്മ പരിഭാഗം നിമിത്തം കൃഷ്ണഭക്തി ഉണ്ടാകാതെയും, കൃഷ്ണഭക്തി ഉണ്ടാവണമെങ്കിൽ പുണ്യം കൂടി നിൽക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് കേൾക്കാത്തത്? അവർക്ക് സമയമായിട്ടില്ല, ഞാനത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അധർമ്മങ്ങളിൽ താല്പര്യത്തോടുകൂടിയും അതുനിമിത്തം മറ്റു ദുഃഖങ്ങളെ അനുഭവിച്ച് കുഴങ്ങുന്നവരുമായ ജനസമുദായത്തെ അനുഗ്രഹിപ്പാൻ വേണ്ടിയുമാണല്ലോ മംഗളകരങ്ങളായ കർമ്മങ്ങളെ മാത്രം ചെയ്യുന്ന ഭഗവത് ഭക്തന്മാർ. അതിൽ മൈത്രേയ മഹർഷി, പിന്നെ നാരദരൊക്കെ നമ്പർ 1, 2 ആയിട്ട് നിൽക്കും. മനസ്സിലായില്ലേ? ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവത് ഭക്തനായ നിന്തിരുവടി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് സാരം. ഇതിപ്പോൾ വിദുര മൈത്രേയ മഹർഷിയോട് പറയാണ്. ഇനി 4ാമത്തെ ശ്ലോകം വരുന്നു. തൽ സാധുവര്യാദിശവർമ്മശം ന സംരാധിതോ ഭഗവാൻ അന്യേന പുംസാം ഹൃദി സ്ഥിതോ യശ്ചതി ഭക്തിപൂതേ ജ്ഞാനം സതത്വാം അധിഗമം പുരാണം. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് വാക്ക് എന്താ? ഹൃദിസ്ഥിതോ. ഈശ്വരൻ ഹൃദയത്തിലാണ് ഇരിക്കണത് എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ ഇന്നലെ തിരുപ്പതിയിൽ തിരക്ക് കാരണം 6 ആൾ സ്റ്റാമ്പേഡിൽ ചവിട്ടി മെതിച്ച് മരിച്ചു. ആരാ ചവിട്ടിയത്? ആനയാണോ? അല്ല. കാട്ടാനയാണോ? അല്ല. കണ്ടാമൃഗാണോ? അല്ല. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരെന്നെ ചവിട്ടി മതിച്ചത്. കാരണം എന്താ? അടി തെറ്റിയാൽ ആനയും വീണെന്ന് പറയും. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവർ തിരക്കിയിട്ട് കയ്യോ കാലോ കുഴഞ്ഞ് വീണാൽ അവരുടെ ഞഞ്ഞത്തു കൂടിയും പുറത്തു കൂടിയാണ് മറ്റുള്ളവർ ചവിട്ടുക. അവർ വേണം വിചാരിച്ചിട്ടല്ല ചവിട്ടുന്നത്. അവർ വീഴാതെ കണ്ടിരിക്കാൻ ചവിട്ടിയവരെ, താഴെ വീണവരെ ചവിട്ടുവർ. അപ്പോൾ ഹൃദയസ്ഥിതാം, ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കണത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ
വാടകയ്ക്കുള്ള വീടാണെങ്കിലും ചട്ടക്കുടിലാണെങ്കിലും അരമനയാണെങ്കിലും അവിടെ ഇരുന്നാൽ പോരെ. അപ്പോൾ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് എന്ത് മരണത്തിന്. സമയമായി, എന്നെ കൊണ്ടുപോയിക്കോളൂ. അതിനൊരു കാരണം വേണം. അതാണ് സ്റ്റാമ്പേഡ്. അത്രയേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ വാക്കാർത്ഥം ഏതിൻ്റെ തൽ സാധുവര്യാദിശ വർമ്മശംന സംരാധിതോ ഭഗവാൻ അന്യേന പുംസാം ഭഗവത് അന്യേന പുംസാം ഹൃദിസ്ഥിതോ യശ്ചതി ഭക്തിപൂതേ ജ്ഞാനം സതത്വാധിഗമം പുരാണം. അതുകൊണ്ട് സാധുക്കളിൽ ഉത്കൃഷ്ടനായവനെ ഏത് വിധത്തിൽ സംരാധിത നന്നായി പൂജിക്കപ്പെട്ട ഭഗവാൻ ശ്രീഹരി ഭക്തിയാൽ ശുദ്ധമായ പുരുഷന്മാരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവനായിട്ട് തത്വത്തിൻ്റെ അറിവോടുകൂടിയതും, അത് വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, സത്വനാധിഗമം തത്വത്തിൻ്റെ അറിവോടുകൂടിയതും പ്രാചീനവുമായ അറിവിനെ നൽകുന്നുവോ സുഖകരമായ മാർഗത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചാലും. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടന്നാൽ, സാധുക്കളുടെ സഞ്ചാരം ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമാകുകയാൽ ഹേ സാധുവര്യ, ഏതുമാതിരി ആരാധിച്ചാൽ, എങ്ങനെ ആരാധിച്ചാൽ ഭക്തി കൊണ്ട് പരിശുദ്ധമായ പുണ്യവാന്മാരുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെ തത്വജ്ഞാനത്തിനു ഉപകരിക്കുന്ന പ്രാചീന ജ്ഞാനമാർഗത്തെ, പഴയത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെവിടെ ഒത്തില്ല. പഴയതിനെ സ്വീകരിക്കണം. ഓൾഡ് ഈസ് ഗോൾഡ്. തത്വങ്ങൾ അനാദികാലം മുമ്പുള്ളതാണ്. അതിനെ സ്വീകരിക്കാണ്ട് ആരും നന്നായിട്ടില്ല, നേരാവില്ല. എത്ര വലിയ പണമുള്ളവനാണെങ്കിലും കടന്ന ഉറക്കം വരണം, കഴിച്ചത് ദഹിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കോടീശ്വരനായിട്ട് എന്താ കാര്യം? അപ്പോൾ സുഖകരമായ ആ മാർഗത്തെ നിന്തുരുവടി ഞങ്ങൾക്ക് ഉപദേശിക്കണം. സുഖകരമാണ്, നമുക്കറിയണില്ല ഇത്. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ ഇത് തുറന്ന് വെച്ച് വായിച്ച് മനസ്സിലാക്കാണ്ട് നമ്മൾ എങ്ങനെ അഭിപ്രായം പറയാം? സുഖകരമാണ്, ഞാൻ പറയണു സുഖകരമാണ്. അഞ്ചാമത്തെ ശ്ലോകം. കരോതി കർമാണി കൃതാവതാരോ യ അന്യാത്മതന്ത്രോ ഭഗവാൻ സ്ത്രധീശാം യഥാ സസർജാഗ്രഹിതം നിരീഹ സംസ്ഥാപ്യ വൃത്തിം ജഗതോ വിധത്തെ. കരോതി കർമാണി കൃതാവതാരോ യാന്യാത്മതന്ത്രോ ഭഗവാൻ സ്ത്രധീശാം യഥാ സസർജാഗ്രഹിതം നിരീഹ സംസ്ഥാപ്യ വൃത്തിം ജഗതോ വിധത്തെ. അതായത് ത്രിമൂർത്തികളുടെ അധിപനും സ്വതന്ത്രനും അവതാരത്തെ സ്വീകരിച്ചവനുമായ ഭഗവാൻ നാരായണൻ ഏത് കർമ്മങ്ങളെ ചെയ്യുന്നു? പ്രവൃത്തിരഹിതനാണ് അദ്ദേഹം കർമ്മം ചെയ്യണില്ല. പക്ഷേ കർമ്മം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പ്രവൃത്തിരഹിതൻ. ഇതിനെ ആദിയിൽ ഏത് വിധം സൃഷ്ടിച്ചു, ഉപജീവനത്തെ ജഗത്തിന് നന്നായി ഉറപ്പിച്ചിട്ട് ഏതു പ്രകാരം രക്ഷിക്കുന്നു. നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കണത് എന്ന് നമുക്കറിയണ്ടേ? അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. 3 ഗുണങ്ങളുള്ള മായയുടെയും ത്രിഗുണസ്വരൂപമായ ത്രിമൂർത്തികളുടെയും അധീശ്വരനായ ഭഗവാൻ മായയെ അതിക്രമിച്ച്, കാരണം അദ്ദേഹം മായയുടെ നിയന്താവും നിയന്ത്രിതാവുമാണ്. മായയെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. മായയെ നിയമിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനുമായില്ല. അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് സ്വതന്ത്രനും കർമ്മങ്ങളൊന്നും ചെയ്യാത്തവനുമായിരിക്കെ അവതാരങ്ങളെ സ്വീകരിക്കുന്നതും കർമ്മങ്ങളെ നടത്തുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഏതു വിധമാണ്? ആദിയിൽ ഭഗവാൻ ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചു, എങ്ങനെ രക്ഷിക്കണു, ഇങ്ങനെ ഒന്നിനോട് ഒന്ന് പിന്നാലെ ചോദ്യങ്ങൾ തൊടുത്തുവിട്ടു വിദുരര്. ആരുടെ അടുത്ത്? മൈത്രേയ മഹർഷിക്ക്. 6ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. യഥാ പുനഃസ്വേഘയിതം നിവേശ്യാശേതേ ഗുഹായാം സനിവൃത്തവൃത്തി യോഗേശ്വരാദീശ്വര ഏകയേതത് അനുപ്രവിഷ്ടോ ബഹുധാ യഥാസീത്.
യഥാ പുനഃസ്വേഗയിതം നിവേശ്യ ശേദേ ഗുഹായാം സ നിവൃത്തവൃത്തി യോഗേശ്വരാധീശ്വര ഏകയേതൽ അനുപ്രവിഷ്ടോ ഭഗുതായധാസീത്. ഇതിൻ്റെ വാക്കാർത്ഥം പറയാം. പിന്നെ സ്വരൂപമായ ആകാശത്തിൽ, ഭഗവാൻ ആകാശം പോലെയാണെന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യാണെന്ന് അർത്ഥം. മിസ്റ്റ്, ഒരു പുക, അല്ലെങ്കിൽ ഒരു എന്താണെന്നാ പറയുക, ഒരു നനുത്ത മഞ്ഞ് വരുന്ന സ്ഥലം, അതിനൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയാം. ആകാശം മിസ്റ്റ് എന്നൊക്കെ പറയും. നേർമയുള്ളത്, ട്രാൻസ്പെറൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെ ആകാശത്തിൽ പ്രവേശിച്ചിട്ട് നിവർത്തിച്ചിരിക്കുന്ന വ്യാപാരത്തോടു കൂടിയവനായിട്ട് ഗുഹയിൽ ഏതുവിധം ശയിക്കുന്നു. ഏത് ഗുഹയിൽ? അജന്ത എല്ലോറയിലല്ല, അവരവരുടെ ഹൃദയകമലത്തിൽ. അവരവരുടെ ഹൃദയകമലത്തിൽ 3 വട്ടം. ഇതറിയാണ്ട് പോരുത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. ഭഗവാൻ അവരവരുടെ ഹൃദയഗുഹരത്തിൽ തേജോപുഞ്ചമായിട്ട് ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണം. അപ്പോൾ യോഗേശ്വരന്മാരുടെ നാഥനായിരിക്കുന്ന ഏകൻ ഇതിനെ അനുപ്രവേശിച്ചവനായിട്ട് ഏതു വിധത്തിൽ ബഹുപ്രകാരനായിട്ട് ഭവിച്ചു. ഏകനായിരിക്കുന്നവൻ നാനാത്വത്തെ എങ്ങനെ പ്രാപിച്ചു? അതിൽ ഭ്രമിക്കരുത്. നാനാത്വത്തിൽ ഏകത്വം കണ്ട് ബ്രഹ്മത്തിനെ അടക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, പിന്നെ ഭഗവാൻ കാണപ്പെടുന്ന ഈ ലോകത്തെ മുഴുവനും തൻ്റെ സ്വരൂപമാകുന്ന ആകാശത്തിൽ ലയിപ്പിച്ചു. എന്നിട്ടോ സകല വ്യാപാരങ്ങളെയും വെടിഞ്ഞ് സ്വാനന്ദമാകുന്ന ഗുഹയിൽ സ്വാനന്ദം. അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഗുഹയിൽ ഒരു ഭാഗം മാത്രമേ ഓപ്പണുള്ളൂ ഗുഹയ്ക്ക്. അപ്പോൾ അവിടെ കാറ്റ് വീശില്ല. കാറ്റുണ്ട്, പ്രാണവായു ഉണ്ട്. അപ്പോൾ ആ സ്വാനന്ദമാകുന്ന ഗുഹയിൽ ശയിക്കുന്നത് എങ്ങനെ? യോഗേശ്വരന്മാരുടെ നാഥനും ഏകനുമായ ഭഗവാൻ വീണ്ടും ഇതിൽ അനുപ്രവേശം ചെയ്തിട്ട് ബഹുരൂപമായി കാണപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. 7ാമത്തെ ശ്ലോകം. ക്രീഡൻ വിദത്തെ ദ്വിജഗോസുരാണാം ക്ഷേമായ കർമാണ്യവതാരഭേദൈ മനോനതൃപ്യത്യഭിശൃണ്വതാം നാശു ശ്ലോകമൗലേശ്ചരിതാമൃതാനി. ക്രീഡൻ വിദത്തെ ദ്വിജഗോസുരാണാം ക്ഷേമായ കർമാണ്യവതാരഭേദൈ മനോനതൃപ്യത്യഭിശൃണ്വതാം നാശു ശ്ലോകമൗലേശ്ചരിതാമൃതാനി. അപ്പോൾ അതിൻ്റെ വാക്കർത്ഥം എങ്ങനെയാ പറയാം? ബ്രാഹ്മണർ, പശുക്കൾ, ദേവന്മാർ ഇവരുടെ ക്ഷേമത്തിനായി കൊണ്ട്, അതായത് ബ്രാഹ്മണരും പശുക്കളും ദേവന്മാരും ഇല്ലാണ്ട് ഈ ലോകം നിലനിൽക്കില്ല. എന്താ? അവരാണ് ബുദ്ധിരാക്ഷസന്മാർ, ഈ ഭൂസുരന്മാർ. നമുക്ക് ആർക്കും ആണെങ്കിൽ ആവാം, ഭൂസുരനാവാം. എങ്ങനെ? ജ്ഞാനം നുകർന്നാൽ മതി. ജ്ഞാനം നുകരാതെ കണ്ട് കാശുണ്ട് എന്ന് പറഞ്ഞിട്ട് മതിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ക്ഷേമത്തിനായി കൊണ്ട് അവതാര രൂപങ്ങളെ കൊണ്ട് വിനോദത്തോടെ ക്രീഡിച്ചുകൊണ്ട്, ഇപ്പോൾ ഈ ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റാണെങ്കിലും ഇപ്പോൾ വിനോദമല്ല, ഇപ്പോൾ വാശിയും പോരും ഗൊഗ്ഗോ വിളിക്കലാണ്. അത് പാടില്ല. ആനന്ദം, മനസ്സിന് ആയാസത്തെ ഉണ്ടാക്കുന്നതാണ് സ്പോർട്സ്. ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ കർമ്മങ്ങളെ ചെയ്യുന്നവനായിരിക്കുന്നു. സൽകീർത്തിയുള്ളവരിൽ ശ്രേഷ്ഠനായിരിക്കുന്നവൻ്റെ സദൃശങ്ങളായ ചരിതങ്ങളെ, മരണത്തെ തോൽപ്പിക്കാൻ ശക്തിയുള്ള വേദോക്തമായ ഉപദേശ ശകലങ്ങളെ ഉൾക്കൊള്ളാതെ കണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ മനസ്സ് തൃപ്തിപ്പെടുന്നില്ല. മനസ്സ് തൃപ്തിപ്പെടാതെ കണ്ടിരിക്കാൻ കാരണം ഈശ്വരീയതയുമായിട്ട് ലയനം പ്രാപിക്കാൻ മനസ്സിന് സാധിക്കണില്ല. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക.
വേദത്തിൽ വിധിച്ചതുപോലെ കർമ്മങ്ങളെ നടത്തുന്ന ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ 3 നേരം ഊത്തെങ്കിലും കഴിക്കണം, ഊത്ത് തർപ്പണം ചെയ്യാം, അല്ലെങ്കിൽ അവരെ ചണ്ടാള ബ്രാഹ്മണൻ എന്നാണ് വിളിക്കുക. ഞാനല്ല, ഭാഗവതം പറയണു. എനിക്കിപ്പോൾ അങ്ങനെ ഒരാളെ വിളിച്ചതുകൊണ്ട് എനിക്ക് സൗകുമാരില്ല, എനിക്ക് ദുഃഖമുണ്ട് ഇനി. അപ്പോൾ വേദത്തിൽ വിധിച്ചതുപോലെ കർമ്മങ്ങളെ നടത്തുന്ന ബ്രാഹ്മണർ, കർമ്മത്തിന് വേണ്ടതായ ക്ഷീരാദി പദാർത്ഥങ്ങളെ നൽകുന്ന പശുക്കൾ, കർമാനുസരണം വൃഷ്ട്യാദി ദ്വാരാ ഫലം നൽകുന്ന ദേവന്മാർ, ഇവരുടെ ക്ഷേമം. അവിടെ വൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ എന്നർത്ഥം. മഴ പെയ്തിട്ടില്ലെങ്കിൽ ജീവരാശി ബുദ്ധിമുട്ടും. അപ്പോൾ ഭഗവാൻ ഏതേത് രൂപങ്ങൾ കൊണ്ട് അതാത് കാലത്ത് ആവശ്യമായിരുന്ന കർമ്മങ്ങളെ ലീലയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്നീ സംഗതികളെ ഭഗവാൻ ഞങ്ങൾക്ക് കേൾപ്പിക്കണം. കേൾക്കുന്നവർക്ക് പരമാനന്ദത്തെ നൽകുന്ന അമൃതപ്രായങ്ങളായ ഭഗവത് ചരിതങ്ങളെ എത്ര തന്നെ കേട്ടുകൊണ്ടിരുന്നാലും ഞങ്ങളുടെ മനസ്സിന് മതി വരുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ടവർ പിന്നെ വരാത്തത്? നിഷ്ഠയില്ല, ത്വരിതയില്ല, അവർക്ക് രക്ഷപ്പെടാനുള്ള സമയമായിട്ടില്ല. ഓരോ അവതാരങ്ങളിൽ നടത്തിയ കർമ്മങ്ങൾ കൊണ്ട് സൽകീർത്തിയെ ഭഗവാൻ ലോകത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ ആ ചരിത്രങ്ങളും ലോകത്തിന് ക്ഷേമമാർഗങ്ങളെ കാട്ടിക്കൊടുക്കുന്നവയായിരിക്കുന്നു. ഇതൊന്നും അറിയാണ്ട് നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കണത്? ഇതിൻ്റെ ലാക്കിങ്, ഈ സംശുദ്ധമായ ഭക്തിയുടെ അഭാവമാണ് നട്ടം തിരിക്കണത്. നട്ടം തിരിയാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഏകാവലംബമായിരിക്കുന്ന ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് ആലംബിക്കപ്പെടേണ്ടതല്ലാത്ത മധുപാനങ്ങൾ, മയക്കുമരുന്ന്, ചൂതുകളി, സ്ത്രീ സേവ പറയുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല. തൽക്കാലം വലിയ വലിയ എമൗണ്ട് ഡീൽ ചെയ്യാൻ മധുപാനം നടത്തും, സ്ത്രീ സേവ കൊടുക്കും. അത് അക്ഷന്തവ്യമായ അപരാധങ്ങളായിട്ട് ലേറ്ററോൺ കാലത്തിൽ വരും. അപ്പോൾ തപ്പിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി 8ാമത്തെ ശ്ലോകം പറയണു, ലോകത്തിന് ക്ഷേമമാർഗങ്ങളെ കാട്ടിക്കൊടുക്കുന്നവയായിരിക്കണം നമ്മുടെ ഉദ്ദേശശുദ്ധി. അടുത്ത ശ്ലോകം 8. യസ്തത്വഭേദൈരധിലോകനാഥോ യൈസ്തത്വ അത് പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് യൈ തത്വഭേദൈ എന്നാണ്. യൈ തത്വഭേദൈ അപ്പോൾ യെസ്, അപ്പോൾ കൂട്ടക്ഷരം യെസ് എന്ന് വരുന്നു. ഇത്രയേ ഉള്ളൂ. യൈ തത്വഭേദൈരധിലോകനാഥോ ലോകാനലോകാൻ സകലോകപാലാൻ അജീക്ലപദ്യത്ര ഹി സർവസത്വ നികായ ഭേദോ അധികൃത പ്രതീതാം. യൈ തത്വഭേദൈരധിലോകനാഥോ ലോകാനലോകാൻ സകലോകപാലാൻ അജീക്ലപദ്യത്ര ഹി സർവസത്വാത്മികായ ഭേദോ അധികൃത പ്രതീതാം. യാതൊന്നിൽ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സകല പ്രാണികളുടെ സംഘഭേദം പ്രത്യക്ഷമായി കാണപ്പെടുന്നുവോ ലോകപാലന്മാരോടുകൂടിയ ലോകങ്ങളെയും ബഹിർലോകങ്ങളെയും സകല ലോകനാഥൻ ഏത് തത്വങ്ങൾ കൊണ്ട് ക്ലിപ്തപ്പെടുത്തി. തത്വങ്ങളില്ലാത്ത ചിട്ടപ്പെടുത്തലില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ഏതുവരെ സൂര്യപ്രകാശം വ്യാപിക്കുന്നുവോ ആ അതിർത്തിയിൽ ഉൾപ്പെടെ സകല ജീവരാശികളും വസിക്കുന്ന ഭാഗത്തിൽ ലോകം എന്നും അതിനപ്പുറമുള്ളതിന് അന്ധകാരവൃതമായ ഭാഗത്തിന് അലോകമെന്നും പറയാം. ഒന്ന് ലോകം, ഏതുവരെ സൂര്യരശ്മികൾ എത്തുന്നുണ്ടോ ആ ഭാഗം ലോകം.
അത് കഴിഞ്ഞ് ഇരുട്ട് മാത്രമുള്ള സ്ഥലം അലോകം. അതിനപ്പുറമുള്ളതിന് അന്ധകാര വിഭാഗത്തിന് അലോകമെന്നും പേര്. ഈ ലോകങ്ങളിലെ ജീവികളെ അതിർത്തി തെറ്റാതെ സംരക്ഷിക്കുന്ന ഇന്ദ്രാദിദേവന്മാർ, ലോകപാലന്മാർ, ഇതിൽ ഓരോ ഭാഗത്തും ഓരോ മാതിരി ജീവരാശികൾ വസിക്കുന്നു. ലോകത്തിലുള്ള പ്രാണിവർഗത്തിന് ജീവിപ്പാൻ സൂര്യപ്രഭയും അത് നിമിത്തമുണ്ടാകുന്ന സസ്യാദികളും ആവശ്യമായിരിക്കുന്നു. അതിനപ്പുറത്തുള്ള ഭാഗത്തിലെ പ്രാണികൾക്ക് അതൊന്നും ആവശ്യമില്ല. എവിടെ? അന്ധകാരത്തിലിരിക്കണവർക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. അന്ധകാരത്തിൽ തന്നെ ജീവിക്കാം എന്ന് കാണുന്നതിനാൽ ലോകാലോകങ്ങളിലെ ജീവലോകവും ജീവിതക്രമങ്ങളും വിഭിന്നങ്ങളായിരിക്കുന്നു. ലോകസൃഷ്ടാവായ അധീശ്വരൻ ഏതുമാതിരി തത്വങ്ങൾ കൊണ്ട് അന്യോന്യം വിഭിന്നങ്ങളായ പ്രാണിവർഗങ്ങളെ സൃഷ്ടിച്ചത്, ദേവസൃഷ്ടിക്ക് ഉപയോഗിച്ച മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ ഇവ ഒരുപോലെയുള്ളവയല്ല, ഒരുപോലെ ഉള്ളതല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് പലരും പല തരക്കാരാവുന്നത്. ഒരുപോലെയാണെങ്കിൽ അവയാൽ സൃഷ്ടിക്കപ്പെട്ട പ്രാണിവർഗവും ഒരു വിധമായിരിക്കുന്നതല്ലാതെ ബഹുവിധമായിരിക്കാൻ അവകാശമില്ല. ഭിന്നധർമ്മങ്ങളുള്ള പ്രാണികളെ കാണുന്നത് കൊണ്ട് ഉപദാന വസ്തുക്കളായ ഭൂതങ്ങൾക്കും അന്യോന്യം ഭേദം ഉണ്ടായിരിക്കണം. ഏതേത് ഭൂതങ്ങളെ കൊണ്ട് ബഹുവിധ പ്രാണികളെ ഭഗവാൻ സൃഷ്ടിച്ചത് എന്ന് ഉപദാന ഭേദത്തെ സംബന്ധിച്ച ചോദ്യം ആണ്. ഇനി 9ാമത്തെ ശ്ലോകം പറയുമ്പോൾ ഏന പ്രജാനാം മുദ ആത്മകർമ്മ രൂപാഭിധാനം ചഭിതാം വ്യധത്ത നാരായണോ വിശ്വസൃടാത്മയോനി ഏതശ്ച നോ വർണ്ണയ വിപ്രവർയ. ഏന പ്രജാനാം ഉദാ ആത്മകർമ്മരൂപാഭിധാനം ചഭിതാം വൃദത്ത നാരായണോ വിശ്വസൃടാത്മയോനിർ ഏതശ്ച നോ വർണ്ണയ വിപ്രവർയാം. തനിക്ക് താൻ തന്നെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ലോകസൃഷ്ടാവായ നാരായണൻ പ്രജകളുടെ ഏതൊന്നിനെ ആസ്പദിച്ചിട്ട് ആത്മകർമ്മരൂപാഭിധാനം, അതായത് ജീവൻ, കർമ്മം, ആകൃതി, നാമധേയം എന്നിവയുടെ ഭേദത്തെ വിധാനം ചെയ്തു. ബ്രാഹ്മണോത്തമ, ഇതിനെയും ഞങ്ങളോട് വർണ്ണിക്കണം, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകുമ്പോൾ പ്രജകളുടെ ജീവഭേദം, എല്ലാ ജീവികളും ഒരേപോലെയല്ലല്ലോ, കർമ്മഭേദം, രൂപഭേദം, നാമഭേദം ഇങ്ങനെയുള്ള നാനാഭേദങ്ങളെ ലോകസൃഷ്ടാവും സ്വതേയുള്ളവനുമായ ശ്രീനാരായണൻ സ്വസൃഷ്ടികളെ ലോകത്തിൽ എന്തിനെ ആസ്പദമാക്കിയിട്ടാണോ നിശ്ചയിച്ചത്, ഉദ്ദേശലക്ഷ്യം എന്താണോ അത്, ഹേ ബ്രാഹ്മണോത്തമ, ഞങ്ങളോട് ഇതിനെയും വിവരിച്ച് പറയണം. അപ്പോൾ 10ാമത്തെ ശ്ലോകം വരുന്നു. 10ാമത്തെ ശ്ലോകം പരാവരേഷാം ഭഗവൻ വ്രതാനി ശ്രുതാനി മേ വ്യാസമുഖാദഭീഷ്ണം അതൃപ്നുമ ചുല്ലസുഖാവഹാനാം തേഷാമൃതേ കൃഷ്ണകഥാമൃതൗഘാത്. പരാവരേഷാം ഭഗവൻ വ്രതാനി ശ്രുതാനി മേ വ്യാസമുഖാദഭീഷ്ണം അത്യൽപ്യനു അതൃപ്നുമ ചുല്ലസുഖാവഹാനാം തേഷാമൃതേ കൃഷ്ണകഥാമൃതൗഘാത്. ഇതാണ് 10ാമത്തെ ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, ഹേ ഭഗവൻ, ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാരുടെയും ഇതരന്മാരായ അതല്ലാത്തവരുടെയും ധർമ്മങ്ങളെ വ്യാസമുഖത്തിൽ നിന്ന് പലപ്പോഴും കേൾക്കപ്പെട്ടിരിക്കുന്ന കൃഷ്ണകഥാമൃതൗഘാതൃതേ,
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃതപ്രവാഹ സദൃശമായ കൃഷ്ണകഥയെ, അമൃതപ്രവാഹം, പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്ന രൂപത്തിൽ. അപ്പോൾ കൃഷ്ണകഥയെ ഒഴിച്ച് അസുഖങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന അവയെക്കുറിച്ച് അത്യപ്നുമ, ഞങ്ങൾ തൃപ്തരാകുന്നു. മനസ്സിലാക്കിയാൽ തൃപ്തിയായി, മനസ്സിലാക്കിയില്ലെങ്കിൽ അതൃപ്തിയായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ഹേ ഭഗവൻ, ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാരുടെയും തതിതരന്മാരായ നികൃഷ്ടന്മാരുടെയും ഓരോ ധർമ്മങ്ങളെ വ്യാസമുഖത്തിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. തുച്ഛങ്ങളായ സുഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന അവയെക്കുറിച്ച് ഇനി കേൾക്കണമെന്ന് താല്പര്യമില്ല. ശ്രീകൃഷ്ണൻ്റെ ചരിത്രമാകട്ടെ അമൃതപ്രവാഹമെന്ന പോലെ പരമാനന്ദജനകമായിരിക്കുന്നതിനാൽ എന്താ പറഞ്ഞത്, നിന്തിരുവടി ആ ചരിത്രങ്ങളെ നന്നായി വർണ്ണിച്ച് ഞങ്ങളോട് പറഞ്ഞത്. 11ാമത്തെ ശ്ലോകം നോക്കുക. കസ്തൃപ്നു യാ തീർത്ഥപദോഭിധാനാൽ സത്രേഷു വാസുരഭിരീഢ്യമനാത് യകർണനാഢീം പുരുഷസ്യ യാതോ ഭവപ്രദാം ഗേഹരതിം ചിനത്തി. കസ്തൃപ്നു യാ തീർത്ഥപദോഭിധാനാത് സത്രേഷു വസൂരിഭിരീഢ്യമാനാത് യഃ കർണനാഢീം പുരുഷസ്യ യാതോ ഭവപ്രദാം ഗേഹരതിം ചിനത്തി. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, പുരുഷൻ്റെ കർണനാഡിയെ പ്രാപിച്ചിരിക്കുന്ന യാതൊന്ന് സംസാരത്തെ വീണ്ടും നൽകുന്ന ഗേഹസുഖാസക്തിയെ നശിപ്പിക്കുന്നു. അതായത് ജനിക്കാതെ കണ്ടിരുന്നാൽ, ജനിച്ചാൽ ഇതൊക്കെ അനുഭവിക്കണം, ജനിക്കാണ്ടിരുന്നാൽ ഇതൊന്നും വേണ്ട. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സഭകളിൽ വിദ്വാൻമാരാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവാന്റെ ചരിത്രത്തിൽ നിന്ന് ഏതൊരുവൻ തൃപ്തനാകും? പോരാന്ന് തോന്നും. കാരണം അത്രയും നന്മ നിറഞ്ഞതാണ് ഈശ്വരൻ്റെ ഉപദേശശകലങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. പുനർജന്മമൃതികളെ നൽകുന്നതിന് ഉപകരിക്കുന്ന ഗൃഹാസക്തിയെ മൂലത്തോടുകൂടെ മുറിച്ചു കളയുന്നതിനുള്ള സാമർഥ്യം, അതായത് സംസാരസാഗരത്തിൽ മഗ്നന്മാരാവാതെ കണ്ടിരിക്കാനുള്ള സാമർഥ്യം നമ്മൾക്ക് ഉണ്ടാവണം. മായയിൽ കുടുങ്ങരുത്. അപ്പോൾ മുറിച്ചു കളയുന്നതിന് സാമർഥ്യം ഏതൊരുവൻ്റെ ചരിത്രത്തിനുണ്ടോ? വിവേകികളായ നിങ്ങളെപ്പോലെയുള്ളവരുടെ സദസ്സിൽ വിദ്വാൻമാർ ഏതൊന്നിനെയോ കീർത്തനം ചെയ്യാറുള്ളത്? ആ ഭഗവാന്റെ കഥകൾ കേട്ടത് മതി എന്ന് വിചാരിക്കുന്നവർ ആരുണ്ട്? ആരുമില്ല. അപ്പോൾ ഭഗവാന്റെ കഥകളെ സ്മരിക്കുക, കഥകളെ സ്മരിച്ച് അതിലുള്ള തത്വങ്ങളെ നമ്മൾ നിരൂപിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ആനന്ദത്തിനുള്ള വകയായി. ഇല്ലെങ്കിലോ ആനന്ദം കടലാസിലുണ്ടാവും, നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം? അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ഏവർക്കും ശ്രീഹരിയുടെ വിനോദങ്ങളാകുന്ന അവതാരങ്ങളെപ്പറ്റി ശാശ്വതമായ ഒരു അറിവുണ്ടായാൽ ഈ ലോകം നന്നായി. അവിടെ നിർത്താം. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.